പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 54 അധ്യായം 15 തിരുലിഖിതം. നിന്നോട് കലഹിക്കുന്നവർ നീ മൂലം നിലംപതിക്കും. നിന്നോട് കലഹിക്കുന്നവർ നീ മൂലം നിലംപതിക്കും. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇതാ ഈ നിമിഷം ദൈവരാജ്യദൂതനായി ദൈവം തൻ്റെ ആത്മാവിനെ അയച്ച് നമ്മെ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. എസെക്കിയേൽ പ്രവാചകൻ്റെ ഗ്രന്ഥത്തിൽ 37 അധ്യായത്തിൽ 1 മുതൽ 10 വരെയുള്ള തിരുലിഖിതങ്ങൾ, അവിടെ ഒരു രംഗം നാം കാണുന്നുണ്ട്. ദൈവം പ്രവാചകനെ അസ്ഥികളുടെ താഴ്വരയിലേക്ക് കൊണ്ടുവരികയാണ്. പ്രവാചകനോട് ദൈവം പറഞ്ഞു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾക്ക് ജീവിക്കാനാവുമോ? ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് ഇതാ അസ്ഥികളുടെ താഴ്വരയിൽ പ്രവാചകൻ വ്യാപരിക്കുകയാണ്. ദൈവം പ്രവാചകനോട് പറഞ്ഞു, എസെക്കിയേൽ പ്രവചനം 37 അധ്യായം 9, 10 തിരുലിഖിതങ്ങൾ, അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ജീവശ്വാസത്തോട് പ്രവചിക്കുക. മനുഷ്യപുത്ര, ജീവശ്വാസത്തോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ജീവശ്വാസമേ, 4 വായുക്കളിൽ നിന്ന് വന്ന് ഈ നിഹതന്മാരുടെ മേൽ വീശുക, അവർക്ക് ജീവനുണ്ടാകട്ടെ. അവിടുന്ന് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവർത്തിച്ചു. അപ്പോൾ ജീവശ്വാസം അവരിൽ പ്രവേശിച്ചു, അവർ ജീവൻ പ്രാപിച്ചു. ഒരു വലിയ സൈന്യം പോലെ അവർ എഴുന്നേറ്റ് നിന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ,
കഴിഞ്ഞ കാലങ്ങളിൽ അനേക ശുശ്രൂഷകൾ ചെയ്ത് തളർന്ന ഒരവസ്ഥയിലായിരിക്കാം. ഒരുപക്ഷെ ഒരുപാട് ജീവിത സാഹചര്യങ്ങൾ കടന്നുപോയി, ഒരുപാട് പാപാന്ധകാരത്തിലൂടെ കടന്നുപോയി, ആത്മാവിൻ്റെ ഉണർവും തേജസ്സും നഷ്ടപ്പെട്ട് ഒരു കരിക്കട്ട പോലെ ആയ ഒരു അന്തരീക്ഷമായിരിക്കാം ഇന്നൊരു പക്ഷേ അന്തരാത്മാവിൽ നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ കുടുംബത്തിലെ പ്രാർത്ഥന പോലും നിലച്ച് ഒരു ആത്മീയതയില്ലാതെ കുടുംബം മുഴുവൻ അന്ധകാരത്തിൽ തപ്പിത്തടയുന്ന സാഹചര്യമായിരിക്കാം. ഇതാ ഈ നിമിഷം ദൈവത്തിൻ്റെ ശക്തി എൻ്റെയും നിങ്ങളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ, സമൂഹങ്ങളുടെ മേൽ അത്ഭുതകരമായി പരിവർത്തിക്കുകയാണ്. എല്ലാവരും കരങ്ങൾ ഉയർത്തട്ടെ, കണ്ണുകൾ അടയ്ക്കട്ടെ, വലിയ ആഗ്രഹത്തോടെ ആത്മാവിൻ്റെ ഒരു പുതുശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, 4 വായുക്കളിൽ നിന്ന് ഒരു കൊടുങ്കാറ്റിൻ ശക്തിയോടെ ഇപ്പോൾ ഈ സമൂഹത്തിന്റെ മേൽ വീശണമേ. അഭിഷേകത്തിൻ കൈകൾ എന്നിൽ നീട്ടണമേ. ഉണവിൻ കൊടുക്കാതെ നീ വീശണമേ. ഉണവിൻ കൊടുക്കാതെ നീ അനുഭവത്തിന്റെ ആത്മാവേ ഇപ്പോൾ വ്യാപരിക്കണം. ഹൃദയങ്ങളെ ഉണർത്തണമേ, സമൂഹങ്ങളെ ഉണർത്തണമേ, ദൈവമക്കളെ ഉണർത്തണമേ, ദേശങ്ങളെ ഉണർത്തണമേ, ഉന്നത അഭിഷേകം നൽകണമേ. തളർന്നിരിക്കുന്നവർ പുതുശക്തി പ്രാപിക്കട്ടെ. ആത്മീയ ശക്തി മങ്ങിപ്പോയവർ, ശുശ്രൂഷയിൽ നിന്ന് വീണുപോയവർ, വിശുദ്ധി നഷ്ടപ്പെട്ടവർ, ദൈവാരാധന നഷ്ടപ്പെട്ടവർ, പ്രാർത്ഥന നഷ്ടപ്പെട്ടവർ, ദൈവവചനം കേൾക്കുമ്പോൾ ഒരു അനുഭവമില്ലാത്തവർ ഇപ്പോൾ പുതുശക്തി പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. പെന്തക്കോസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കൊടുങ്കാറ്റ് അടിക്കുന്ന പോലെ ശബ്ദം ആകാശത്തു നിന്നുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി. ഓ പരിശുദ്ധാത്മാവേ, ഓ ഉന്നത അഗ്നിയെ ഇപ്പോൾ വ്യാപരിക്കണമേ. പവർ ശക്തിയയക്കണമേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, ശക്തിയയക്കണമേ പരിശുദ്ധാത്മാവേ. ജീവശക്തിയെ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ. അത്ഭുതങ്ങളും അടയാളങ്ങൾ വീണ്ടും നൽകണമേ. ഇപ്പോൾ സംഭവിക്കട്ടെ. ജനകോടികളെ വീണ്ടും ഉണർത്തണമേ. ഹോളി സ്പിരിറ്റ്, അത്ഭുതങ്ങളും അടയാളങ്ങൾ വീണ്ടും നൽകണമേ. കരങ്ങൾ ഉയർത്തി അത്ഭുതമൊഴുകും കൈകൾ പ്രാർത്ഥിക്കുന്നു. കൊടുക്കാത്തേ നീ വീശണമേ വീണ്ടും. ഉണർവിൻ കൊടുക്കാത്തേ നീ വീശണമേ വീണ്ടും. ഉണർവിൻ കൊടുക്കാത്തേ നീ വീശണമേ വീണ്ടും. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഒരു തീജ്വാല ഇപ്പോൾ അയക്കണമേ. ഈ ലോകത്തിൻ്റെ ഓരോ മേഖലകളിലേക്ക്, ഓരോ കുടുംബങ്ങളിലേക്ക്, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ സമൂഹത്തിലേക്ക് ഇപ്പോൾ ഒരു ഉണർവിൻ്റെ കൊടുങ്കാറ്റ്, ഒരു അഗ്നിയുടെ അഭിഷേകം, ഒരു അഗ്നിയുടെ അഭിഷേകം ഇപ്പോൾ അവിടുന്ന് സമൃദ്ധമായി അയക്കണമേ, ശക്തിയോടെ അയക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ തീക്കാറ്റെ വീശണമേ, ഓ ഉണർവിൻ്റെ കൊടുങ്കാറ്റെ വീശണമേ. ഹല്ലേലൂയ. തളർന്നവർ ശക്തി പ്രാപിക്കട്ടെ. ആത്മീയ മന്ദത ബാധിച്ചവർ പുതുശക്തി പ്രാപിക്കട്ടെ. തളർന്നിരിക്കുന്നവർ കലമാൻ കുട്ടിയെ പോലെ ചാടി എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. 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 യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശയ്യ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം 15-ാം തിരുലിഖിതം.
നിന്നോട് കലഹിക്കുന്നവർ നീ മൂലം നിലം പതിക്കും. ഇന്ന് ലോകത്തിലുള്ള കർത്താവിൻ്റെ സഭയെ ദുർബലപ്പെടുത്താൻ സാത്താൻ വളരെ കൗശലപൂർവം ഉപയോഗിക്കുന്ന ഒരു കുതന്ത്രമാണ് കലഹത്തിൻ്റെ സ്വഭാവം വിതയ്ക്കുക. ദൈവമക്കളുടെ കുടുംബത്തിൽ കലഹത്തിൻ്റെ സ്വഭാവം വിതയ്ക്കുക. ദൈവമക്കൾ ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യുന്ന സമൂഹങ്ങളിൽ കലഹത്തിൻ്റെ സ്വഭാവം വിതയ്ക്കുക. കോൺവെൻറ്റുകളിലും രൂപതകളിലും കലഹത്തിൻ്റെ സ്വഭാവം വിതയ്ക്കുക. സ്ഥാപനങ്ങളിൽ കലഹത്തിൻ്റെ സ്വഭാവം വിതയ്ക്കുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുവഴി സാത്താൻ ഒരേ സമയം വലിയ കൊയ്ത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കലഹത്തിൻ്റെ സ്വഭാവം ആരെല്ലാം കാണിക്കുന്നുവോ അവരെല്ലാം നിലം പതിക്കും എന്ന് വിശുദ്ധ ലിഖിതം വെളിപ്പെടുത്തുന്നുണ്ട്. ദൈവം തെരഞ്ഞെടുത്ത് ഓരോ സ്ഥാനത്ത് ആക്കി വെച്ചിരിക്കുന്നവരുമായി കലഹിക്കുന്നവരെ കുറിച്ച് വചനം പഠിപ്പിക്കുകയാണ്. നീ മൂലം, നിന്നോട് കലഹിക്കുന്നവർ നീ മൂലം നിലം പതിക്കും. ഒരു കോൺവെൻറ്റിൽ ദൈവം ഒരു സിസ്റ്ററിനെ മദറിൻ്റെ സ്ഥാനത്തേക്ക് ആക്കി വെച്ചിരിക്കുകയാണ്. ഒരു രൂപതയിൽ ബിഷപ്പിനെ ദൈവം ഉന്നതമായൊരു സ്ഥാനത്ത് ദൈവം ഉയർത്തി നിർത്തിയിരിക്കുകയാണ്. ഒരു ഫൊറോന വികാരിച്ചനെ ദൈവം അധികാരപ്പെട്ടൊരു സ്ഥാനത്ത് നിർത്തിയിരിക്കുകയാണ്. ഒരു ഇടവകയിൽ വികാരിച്ചനെ ദൈവം വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ലീഡറിനെ ആകട്ടെ, ഒരു ശുശ്രൂഷ ടീമിൻ്റെ നേതൃത്വത്തെ ആകട്ടെ, ദൈവമാണ് ആക്കി വച്ചിരിക്കുന്നത് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. എന്നിട്ട് ദൈവം വിശുദ്ധ ലിഖിതങ്ങളിൽ പറയുകയാണ്, യെശയ്യാ 54:15 പറയുകയാണ്, നിന്നോട് കലഹിക്കുന്നവർ നീ മൂലം നിലം പതിക്കും. ദൈവം ഓരോ സ്ഥാനത്ത് ആക്കി വച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പുള്ള ഓരോ വ്യക്തികളോട് കലഹിക്കുമ്പോൾ ഞാനും നിങ്ങളും പലതവണ ആലോചിക്കണം, ഗൗരവത്തിൽ ചിന്തിക്കണം. ഈ കാര്യത്തിൽ ഞാൻ മുന്നോട്ട് പോകണമോ? ഈ കലഹവുമായിട്ട് ഞാൻ മുന്നോട്ട് പോകണമോ? ഈ വഴക്ക് സ്വഭാവവുമായിട്ട് ഞാൻ മുന്നോട്ട് പോകണമോ? ഈ കൊമ്പ് കുറക്കുന്ന സ്വഭാവവുമായിട്ട്, ഈ മാത്സര്യവുമായിട്ട്, നേതൃത്വത്തോട് മത്സരിച്ചു കൊണ്ടുള്ള എൻ്റെ ഈ പോക്ക് ഞാൻ ഇനി എത്ര നാൾ തുടരണം? ഞാൻ മുന്നോട്ട് കൊണ്ടുപോകണമോ എന്ന് ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ നന്നായിട്ട് ആലോചന നടത്തണം. ദൈവത്തിൻ്റെ വചനത്തിൽ വ്യക്തമായി പഠിപ്പിക്കുകയാണ്, ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു വ്യക്തിയോട്, ദൈവം ഓരോ സ്ഥാനത്ത് ആക്കി വെച്ചിരിക്കുന്ന ഓരോ നിയോഗങ്ങളുള്ള ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരോട് ഞാനും നിങ്ങളും കലഹിച്ചു കൊണ്ടിരുന്നാൽ വചനം പഠിപ്പിക്കുകയാണ്, നിന്നോട് കലഹിക്കുന്നവർ നീ മൂലം നിലം പതിക്കും. വീണ്ടും യെശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ 54-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ തിരുലിഖിതം വചനം പഠിപ്പിക്കുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല. നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും. കർത്താവിൻ്റെ ദാസരുടെ പൈതൃകവും എൻ്റെ നീതി നടത്തലും ആണ് ഇത്. എന്താ ഇതിൻ്റെ അർത്ഥം? ദൈവം ഒരു വ്യക്തിയെ ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുത്താൽ, ദൈവത്തിൻ്റെ ഉത്തരവാദിത്വപൂർണമായ ഒരു സ്ഥാനത്തേക്ക് ഒരു വ്യക്തിയെ ദൈവം തിരഞ്ഞെടുത്ത് നിയോഗിക്കുമ്പോൾ, ഒരു അപ്പോസ്തലനായി, ഒരു വൈദികനായി, ഒരു സിസ്റ്ററായി, ഒരു മദറായി, ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ലീഡറായി, ഒരു സുവിശേഷ പ്രസംഗകനായി, ഒരു ദൈവരാജ്യ വേലക്കാരനായി, അല്ലെങ്കിൽ ദൈവം തിരഞ്ഞെടുത്ത് ദൈവത്തിന് സ്വന്തമാക്കിയ ഒരു ജീവിതമായി ഈ ലോകത്തിൽ നിന്ന് ഒരു വ്യക്തിയെ ദൈവം തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ ആ വ്യക്തി ലോകത്തിൽ നിന്നും വേർപെട്ട ഒരു വ്യക്തിയാണ്. ആ വ്യക്തി മറ്റുള്ള വ്യക്തികളെ പോലെ അല്ല. ആ വ്യക്തിയുടെ മേൽ ദൈവത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പും ദൈവത്തിൻ്റെ ഒരു നിയോഗവും ദൈവത്തിൻ്റെ ഒരു വിളിയും ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. അത് ഞാൻ നിങ്ങൾ മനസ്സിലാക്കി, ഞാൻ നിങ്ങൾ അംഗീകരിച്ചേ മതിയാവൂ. ഞാൻ നിങ്ങളത് അംഗീകരിക്കണമെന്നും അത് മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നും സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള വ്യക്തികളോട് എൻ്റെയും നിങ്ങളുടെയും ചുറ്റും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ദൈവത്തിൻ്റെ വിളിയും ദൈവത്തിൻ്റെ നിയോഗവും ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പും കിട്ടി ഈ ലോകത്തിൽ നിന്നും വേർപെടുത്തപ്പെട്ട വിധത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ ആ വ്യക്തികളോട് കലഹിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. ആ വ്യക്തികളോട് ശണ്ട കൂടി ശണ്ടയിലിരിക്കുന്നതും വഴക്ക് കൂടി വഴക്കിലിരിക്കുന്നതും വെറുപ്പിലിരിക്കുന്നതും പിണക്കത്തിലിരിക്കുന്നതും ആ വ്യക്തിക്കെതിരെ കുതന്ത്രങ്ങൾ മെനയുന്നതും ദൈവത്തിന് ഇഷ്ടമല്ല.
പൂർവ്വപിതാവായ ജോസഫിനെതിരെ ജോസഫിൻ്റെ കുടുംബത്തിലുള്ള കൂടപ്പിറപ്പുകൾ ഓരോ തരത്തിലുള്ള ശത്രുതയോടുകൂടിയുള്ള ചുവടുവെപ്പുകൾ എടുത്തത് ദൈവത്തിന് ഇഷ്ടമായിട്ടില്ല. ദാവീദിനെതിരെ സാവൂളും മറ്റുള്ളവരും ഓരോ കുതന്ത്രങ്ങൾ മെനഞ്ഞെടുത്തത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുപോലെ ഈ കാലഘട്ടത്തിൽ ദൈവം തെരഞ്ഞെടുത്തിട്ടുള്ള ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടവരെ നശിപ്പിക്കാൻ വേണ്ടി ഞാനും നിങ്ങളും ഓരോ ഉപായങ്ങൾ ആലോചിക്കുമ്പോൾ, ഓരോ കൗശലങ്ങൾ മെനഞ്ഞെടുക്കുമ്പോൾ, ഓരോ തരത്തിലുള്ള അന്ധകാരത്തിലെ തന്ത്രങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ, ഇതാ ദൈവത്തിൻ്റെ വചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 55-ാം അധ്യായത്തിൽ 17-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല. നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും. ഇതാണ് ഞാൻ തെരഞ്ഞെടുത്തവർക്ക് വേണ്ടി ഞാൻ കൊടുക്കുന്ന പൈതൃകവും എൻ്റെ നീതി നടത്തലും. ഹല്ലേലൂയ. എന്താ അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം ദൈവം അവർക്ക് വേണ്ടി ഉപായങ്ങൾ ഒരുക്കും. ദൈവം അവർക്ക് വേണ്ടി പോരാടും. ദൈവം അവർക്ക് വേണ്ടി വാദിക്കും. ദൈവം അവരുടെ കൂടെ നടക്കും. ദൈവം അവർക്ക് വേണ്ടി വഴികൾ ഒരുക്കും. ദൈവം അവർക്ക് വേണ്ടി അടഞ്ഞ പാതകൾ തുറക്കും. ദൈവം അവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. അതുതന്നെ അതിൻ്റെ കാരണം. അതിനെക്കുറിച്ച് ജെറമിയ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജെറമിയ പ്രവാചകന്റെ ഗ്രന്ഥം 20-ാം അധ്യായം 11-ാം തിരുലിഖിതം. എന്നാൽ വീരയോദ്ധാവിനെ പോലെ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്. അതിനാൽ എൻ്റെ പീഡകർക്ക് കാലിടറും. അവർ എൻ്റെ മേൽ വിജയം വരിക്കുകയില്ല. വിജയിക്കാതെ വരുമ്പോൾ അവർ വല്ലാതെ ലജ്ജിക്കും. വിജയിക്കാതെ വരുമ്പോൾ അവർ വല്ലാതെ ലജ്ജിക്കും. ദൈവം തെരഞ്ഞെടുത്തവരുടെ കൂടെ ദൈവം അവർക്ക് വേണ്ടി അവരുടെ പക്ഷത്ത് നിന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ദൈവം ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ അബ്രാഹത്തെ തിരഞ്ഞെടുക്കുന്ന ആ സമയത്ത് തൊട്ട് തന്നെ ഈ ഒരു പ്രത്യേക ദൈവിക ഇടപെടലുകൾ ദൈവം ലോകത്തിന് വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വാക്യം, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാനും അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാനും ശപിക്കും. നോക്കുക, എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ദൈവം തെരഞ്ഞെടുത്ത അബ്രാഹത്തെ ഒരു വ്യക്തി ആ അബ്രാഹത്തിന് എന്തെങ്കിലും ഒരു നന്മ ചെയ്താൽ ആ നന്മ ചെയ്യുന്ന വ്യക്തിക്ക് വേണ്ടി ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കും. അബ്രാഹത്തിന് വെള്ളം കൊടുത്താൽ, ഭക്ഷണം കൊടുത്താൽ, വീട് കൊടുത്താൽ, താമസ സൗകര്യം കൊടുത്താൽ, ശുശ്രൂഷയ്ക്കുള്ള വഴികൾ ഒരുക്കി കൊടുത്താൽ, എന്തെല്ലാം നന്മകൾ അബ്രാഹത്തിന് വേണ്ടി മറ്റുള്ളവർ ചെയ്തു കൊടുക്കുന്നോ അതിനനുസരിച്ച് അവർക്കെല്ലാം ദൈവം അനുഗ്രഹങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാനും അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാനും ശപിക്കും. നിനക്ക് ദ്രോഹം ഉണ്ടാക്കുന്നവർ, നിനക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നവർ, നിനക്ക് ദുഷിവാക്ക് പറയുന്നവർ, നിന്നെക്കുറിച്ച് കുറ്റം പറയുന്നവർ, നിന്നെക്കുറിച്ച് പരദൂഷണം പറഞ്ഞു വരുത്തുന്നവർ, അങ്ങനെ ഉള്ളവർക്കെതിരെ ദൈവത്തിൻ്റെ വിധിവാചകം ഉണ്ട്. ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കും. ഇത് ദൈവവചനം ദൈവമക്കൾക്ക് ലോകത്തുള്ള സകല മനുഷ്യർക്കും വേണ്ടി വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു സംഗതിയാണ്. നീ വിശ്വാസമുള്ളവനായാലും വിശ്വാസമുള്ളവനല്ലെങ്കിലും, സഭയിലുള്ളവനായാലും സഭയിലുള്ളവനല്ലെങ്കിലും, നീയും ഞാനും ലോകത്തുള്ള സകല ജനതകളും മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ദൈവം തെരഞ്ഞെടുത്ത ഒരു വ്യക്തിക്ക് വേണ്ടി നന്മ ചെയ്യുന്നവനെ ദൈവം സ്വർഗം അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. ദൈവം തെരഞ്ഞെടുത്തൊരു വ്യക്തിക്ക് വേണ്ടി പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കിയാൽ, തടസ്സങ്ങൾ ഉണ്ടാക്കിയാൽ, ദുഷിവാക്കുകൾ പറഞ്ഞാൽ, പരദൂഷണം പറഞ്ഞാൽ, അവനെ തളർത്തിക്കളഞ്ഞാൽ ആ വ്യക്തിക്കെതിരെ ദൈവത്തിൻ്റെ വിധിവാചകം പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നാം ചിന്തിക്കേണ്ടത് ആരൊക്കെയാണ് ഈ ലോകത്തിൽ ദൈവം തിരഞ്ഞെടുത്തതായിട്ട് ഇന്ന് നമ്മുടെ കൺമുമ്പിലുള്ളത് എന്നതിനെക്കുറിച്ചാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒന്നാമതായി നാം ചിന്തിക്കുന്നത് മാർക്കോസിൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം അതിൽ 13, 14, 15 തിരുലിഖിതങ്ങളാണ്. വചനം പഠിപ്പിങ്ങനെയാണ്, പിന്നെ അവൻ മലമുകളിലേക്ക് കയറിയിട്ട് തനിക്ക് ഇഷ്ടമുള്ളവരെ തൻ്റെ അരികിലേക്ക് വിളിച്ചു. അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു. തന്നോടുകൂടെ ആയിരിക്കാനും പ്രസംഗിക്കാൻ അയക്കപ്പെടുന്നതിനും പിശാചുകളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. ഇതാരാണ്? ഇതാണ് 12 സ്ലീഹന്മാർ. ഈ 12 സ്ലീഹന്മാരുടെ സ്ഥാനത്താണ് ഇന്നുള്ള ബിഷപ്പുമാരും ബിഷപ്പുമാരുടെ കൈവപ്പ് വഴി വരുന്ന വൈദികരൊക്കെ നിൽക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം തെരഞ്ഞെടുത്ത ജനങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായും നമ്മൾ മനസ്സിലാക്കുന്നത് തിരുസഭയിലുള്ള ബിഷപ്പുമാരും വൈദികരും സിസ്റ്റേഴ്സും അടങ്ങുന്ന സമർപ്പിതരുടെ മേഖലയാണ്.
അവർ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. വിശുദ്ധ ലിഖിതം മലാക്കി പ്രവാചന പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 7-ാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുന്നു, പുരോഹിതൻ അധരങ്ങളിൽ ജ്ഞാനം സൂക്ഷിക്കണം, ജനം പ്രബോധനം തേടി അവൻ്റെ സമീപത്തേക്ക് ചെല്ലണം, എന്തെന്നാൽ അവൻ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ദൂതനാണ്. ഓരോ അച്ഛനും ഓരോ സിസ്റ്ററും ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പുള്ളവരാണ് എന്ന് തിരുലിഖിതം പഠിപ്പിക്കുകയാണ്. വീണ്ടും ഹെബ്രായ ലേഖനം 5-ാം അധ്യായം 4-ാമത്തെ തിരുലിഖിതം, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെടുകയല്ലാതെ ആരും സ്വയമേവ ഈ ബഹുമതി ഏറ്റെടുക്കുന്നില്ല. ഹെബ്രായ 5:4. പ്രൈസ് ദി ലോർഡ്. വേറൊരു വാക്കി പറഞ്ഞാൽ വൈദികരും തിരുസഭാധികാരികളും സമർപ്പിതരും ഇത് ഈ കാലഘട്ടത്തിൽ ദൈവം തെരഞ്ഞെടുത്ത ആളുകളായിട്ട് ലോകത്തിന് മുമ്പിൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം തെരഞ്ഞെടുത്ത അടുത്ത ഗണം ആളുകളാണ് അൽമായ ശുശ്രൂഷകർ. പ്രൈസ് ദി ലോർഡ്. അൽമായ ശുശ്രൂഷകർ ദൈവവചനം പ്രസംഗിക്കാനും കൗൺസിലിംഗ് നടത്താനും ഗാനശുശ്രൂഷ ചെയ്യാനും ദൈവരാജ്യ വേലയുടെ ഓരോ മേഖലകളിൽ ടെലിവിഷൻ രംഗത്ത് ശുശ്രൂഷ ചെയ്യാനും മാധ്യമരംഗത്ത് ശുശ്രൂഷ ചെയ്യാനും പുസ്തകങ്ങൾ വിതരണം ചെയ്യാനും പാഠ്യപുസ്തകങ്ങൾ എഴുതാനും ഗാന കാസറ്റുകൾ കൊടുക്കാനും ഇങ്ങനെ ദൈവരാജ്യ ശുശ്രൂഷയുടെ ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് ദൈവം തൊട്ടുണർത്തി വിളിച്ചു കൊണ്ടുപോയിട്ടുള്ള ഓരോ അൽമായനും ദൈവത്തിൻ്റെ വിളിയുള്ള ഒരു ദൈവ പൈതലാണ്. ഇതിനെക്കുറിച്ച് നാം കാണുന്നത് ലൂക്കായുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ 1-ാമത്തെ തിരുലിഖിതമാണ്. വചനം പഠിപ്പിക്കുന്നു, അനന്തരം അവൻ വേറെ 72 പേരെ തെരഞ്ഞെടുത്ത് താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും 2 പേരായി അവരെ അയച്ചു. വേറൊരു വാക്കി പറഞ്ഞാൽ അൽമായ ശുശ്രൂഷകർ ദൈവരാജ്യ വേലയ്ക്ക് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ പുറപ്പെടുന്ന ഓരോ ശുശ്രൂഷകനും ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളാണ്. അവരെ ദൈവം തെരഞ്ഞെടുത്ത വ്യക്തികളായി തന്നെ ലോകം ബഹുമാനിക്കണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവം തെരഞ്ഞെടുത്ത 3-ാമത്തെ ഗണം ആളുകളാണ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാമോദീസ സ്വീകരിച്ചിട്ടുള്ളവർ. അത് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പുള്ളവരാണ്, അത് ദൈവത്തിൻ്റെ നിയോഗമുള്ളവരാണ്. അവരെക്കുറിച്ച് യേശു ക്രിസ്തു യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 37-ാം വാക്യത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നു, എൻ്റെ പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. പ്രൈസ് ദി ലോർഡ്. പിതാവായ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പുള്ളവരാണ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാമോദീസ സ്വീകരിച്ച് നിത്യജീവനുള്ള നിയോഗം പ്രാപിക്കുന്നത്. വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന മറ്റൊരു ഗണമാണ് ദൈവവചനം കേൾക്കാൻ പോകുന്നവർ. ദൈവവചനം കേൾക്കാൻ പോകുന്നവർക്ക് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക തെരഞ്ഞെടുപ്പുണ്ട്. എല്ലാവർക്കും ചാടിക്കേറി ഓടിക്കേറി വചനം കേൾക്കാൻ പറ്റുമെന്ന് തെറ്റിദ്ധരിക്കരുത്. ദൈവത്തിൻ്റെ ആത്മാവ് നേരത്തെ തന്നെ തെരഞ്ഞെടുത്ത് ഒരുക്കുന്നവർക്കേ ദൈവവചനം കേൾക്കാൻ കഴിയുകയുള്ളൂ. ഇത് യോഹന്നാന്റെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 44-ാമത്തെ വാക്യത്തിലുണ്ട്. എൻ്റെ പിതാവ് ആകർഷിച്ചാലല്ലാതെ ആർക്കും എൻ്റെ അരികിൽ വരാൻ സാധ്യമല്ല. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 65-ാം വാക്യം വചനം പഠിപ്പിക്കുന്നു, ഇതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരാൻ കഴിയുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ബാറൂക്കിൻ്റെ പുസ്തകം 2:31 വചനം പഠിപ്പിക്കുന്നു, ഞാൻ അവർക്ക് അനുസരിക്കുന്ന ഹൃദയവും ശ്രവിക്കുന്ന കാതുകളും നൽകും. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് ഇവിടെ എല്ലാം ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുന്നത്. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് കിട്ടുന്നവർക്കാണ് ദൈവത്തിൻ്റെ അരികിലേക്ക് വരാൻ സാധിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 45-ാമത്തെ തിരുലിഖിതം, അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. പിതാവിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്തവരെല്ലാം എൻ്റെ അടുക്കൽ വരുന്നു. അപ്പോൾ ഒരു വ്യക്തി ദൈവവചനം കേൾക്കാൻ പോകുന്നെങ്കിൽ, ധ്യാന കേന്ദ്രത്തിലേക്ക് പോകുന്നെങ്കിൽ, കൺവെൻഷന് പോകുന്നെങ്കിൽ, ഇടവകയിലെ ധ്യാനത്തിന് പോകുന്നെങ്കിൽ, പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്ക് പോകുന്നെങ്കിൽ അതിൻ്റെ മുമ്പ് ദൈവത്തിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്തതിൻ്റെ ഒരു ചരിത്രം ആ വ്യക്തിക്കുണ്ട്. വേറൊരു വാക്കി പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടലും ദൈവത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പും ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ധ്യാനം കേൾക്കാൻ പോകുന്ന ഒരു വ്യക്തിയെ ദുഷിച്ച് സംസാരിക്കുമ്പോൾ ഞാനും നിങ്ങളും ദൈവം തെരഞ്ഞെടുത്ത വ്യക്തിക്കെതിരെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.
പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോകുന്ന ഒരു വ്യക്തിക്കെതിരെ ദുഷിവാക്കുകൾ പറയുമ്പോൾ, ദൂഷണം പറയുമ്പോൾ, ഞാനും നിങ്ങൾ ദൈവം തെരഞ്ഞെടുത്ത ഒരു വ്യക്തിക്കെതിരെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഒരുപക്ഷെ നിങ്ങളുടെ അമ്മ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, നിങ്ങളുടെ കുടുംബത്തിലെ ഒരുപക്ഷെ നിങ്ങളുടെ അപ്പൻ ഒരുപാട് പ്രാർത്ഥനാ കാര്യങ്ങൾക്ക് മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം, ആത്മീയ ശുശ്രൂഷയ്ക്ക് പോകുന്ന ഒരു വ്യക്തിയായിരിക്കും. കുഞ്ഞുങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ അപ്പനെതിരെ നിങ്ങളുടെ അമ്മയ്ക്കെതിരെ സംസാരിക്കുമ്പോൾ ദൈവം തെരഞ്ഞെടുത്ത ഒരു വ്യക്തിക്കെതിരെയാണ് നിങ്ങൾ നിങ്ങളുടെ നാവ് വില്ല് പോലെ വളയ്ക്കുന്നത് എന്ന് വിശുദ്ധ ലിഖിതം വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹ ഉയർച്ച ഉണ്ടാകാൻ ദൈവം തെരഞ്ഞെടുത്തവരെ സ്നേഹിക്കുക, അവർക്ക് വഴികൾ ഒരുക്കി കൊടുക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇത് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ഇടവകയിലും നമ്മുടെ കോൺവെന്റിലൊക്കെ വലിയ ഉയർച്ചയ്ക്കുള്ള കാരണമാണ്. എന്നാൽ കോൺവെന്റിൽ മദറിനോട് കലഹത്തിലിരുന്നാൽ, രൂപതയിൽ ബിഷപ്പിനോട് കലഹത്തിലിരുന്നാൽ, ഇടവകയിൽ പ്രാർത്ഥനക്കാരോട് വൈരാഗ്യത്തിലിരുന്നാൽ അത് എൻ്റെ കുടുംബത്തിന് നാശത്തിന് കാരണമാകും. ഒരുപക്ഷെ നമ്മുടെ വൈരാഗ്യം മൂലം നമ്മൾ ആരോട് കലഹത്തിരിക്കണോ അവർക്കും ഒരുപക്ഷെ ക്ഷീണത്തിന് ദൈവകൃപ നഷ്ടപ്പെടാനും കാരണമായി തീരാം. സാത്താൻ ഒരേ സമയത്ത് വലിയ കൊയ്ത്ത് നടത്തുകയാണ്. നമ്മളെയും സാത്താൻ ലഭിക്കും. ഇതാ നാം ആരുമായി കലഹത്തിലിരിക്കുന്നോ അവരുടെ ദൈവകൃപയും ഒരുപക്ഷെ മങ്ങിപ്പോകും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുകയാണ്, ദൈവം തെരഞ്ഞെടുത്ത ഒരു വ്യക്തിയോട് കലഹത്തിൽ ഇരിക്കരുത്. യെശയ്യായുടെ പുസ്തകം 55-ാം അധ്യായം അതിൽ 14-ാം തിരുലിഖിതം, നിന്നോട് കലഹിക്കുന്നവർ നീ മൂലം നിലംപതിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിൽ ഈ നിമിഷങ്ങളിൽ നമ്മളിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹങ്ങളിലും രൂപതകളിലും ഇടവകകളിലും സഭയുടെ നാശം ആഗ്രഹിച്ച് കലഹത്തിൻ്റെ സ്വഭാവം വിതയ്ക്കുന്ന എല്ലാ തിന്മയുടെ ആധിപത്യവും തകർന്ന് തരിപ്പണമാകാൻ വേണ്ടി ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. രോഗപീഠകൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. 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 യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ രണ്ട് കരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ അത്ഭുത ശക്തിയാൽ, യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ അത്ഭുത ശക്തിയാൽ കുടുംബങ്ങളിൽ നിന്ന് സമൂഹങ്ങളിൽ നിന്ന് അന്ധകാര കോട്ടകൾ തകർന്നടിയുന്നതിന് വേണ്ടി എല്ലാ ദൈവമക്കളും ഉറക്കെ സ്തുതിക്കട്ടെ. യേശുവിന്റെ നാമത്തെ ഉറക്കെ വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കുന്നു, യേശുവേ. യേശുവിന്റെ തിരുരക്തത്താൽ അടിമച്ചങ്ങല അഴിയട്ടെ. യേശുവിന്റെ തിരുരക്തത്താൽ അടിമച്ചങ്ങല അഴിയട്ടെ. അന്ധകാര കോട്ടകൾ തകരട്ടെ.